വി.ഡി. സതീശൻ സർക്കാർ RSS അജണ്ട ഒളിച്ചു കടത്തുകയാണെന്നാണ് സമസ്ത ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ വന്ദേമാതരം ആലപിച്ചത് ഏത് സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ്. ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം എ ഹിന്ദു എന്ന് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി.ഡി. സതീശനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ബന്ധുവിനെ, ഒരു അകന്ന ബന്ധുവിനെ കാണാനായിട്ടാണ് ഞാൻ പോയത്, മംഗലാപുരത്ത് പോയത് എന്ന് പറയുന്നു. അപ്പൊ അവനീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയിരിക്കുന്ന അതേ അല്ല 6 ഏക്കർ കൊണ്ടു നടക്കുന്ന ഭാരതാംബ, RSSന്റെ ഭാരതാംബയാണ്. UDF സർക്കാരിനെതിരെ സമസ്തയുടെ ഒരു വലിയ ആരോപണം പൊങ്ങി വന്നിട്ടുണ്ട്. സുപ്രഭാതത്തിലെ മുഖപത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് വി.ഡി. സതീശൻ സർക്കാർ RSS അജണ്ട ഒളിച്ചു കടത്തുകയാണെന്നാണ് സമസ്ത ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അത് എന്തിനെ മുൻനിർത്തിയാണെന്ന് പറഞ്ഞാൽ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്ത ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയെ പറ്റിയും ഒരു പരാമർശം പറയുന്നുണ്ട്. നിലവിൽ സമസ്തയ്ക്ക് അങ്ങനെ ഒരു ചിന്താഗതി തോന്നിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഒരു മാസത്തോളം അടുക്കുന്നു. ഈ കാലയളവിൽ അവർ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും, അതായത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും ഒരു സംഘപരിവാർ അനുകൂല ഘടകമായി അല്ലെങ്കിൽ ഭാവത്തോടു കൂടി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നടപടികളാണ് നടത്തിയത്. ഇപ്പം നയപ്രഖ്യാപന പ്രസംഗം നോക്കിക്കോളൂ. നയപ്രഖ്യാപന പ്രസംഗം ആദ്യം തന്നെ എടുക്കുക, ആദ്യം വിമർശനത്തിൻ്റെ ഇടവരുത്തുന്ന ഒന്ന് തന്നെയാണല്ലോ. ഈ തന്നെയുമല്ല, അതിന് പിന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ വന്ദേമാതരം ആലപിച്ചത് ഏത് സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ്? വി.ഡി. സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞാ സമയത്ത് വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയത് ഏത് സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്താണ്? വി.ഡി. സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്താണ്. ഇതേ വി.ഡി. സതീശൻ തന്നെ MLA ആവുന്ന സമയത്തും പ്രതിപക്ഷ നേതാവാകുന്ന സമയത്തും വി.ഡി. സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിയ വി.ഡി. സതീശൻ പിന്നീട് മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്ന ആ ഒരു ജാതിവാലും കൂടി ഒപ്പം ചേർത്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഏത് സർക്കാരാണ്? അതോടൊപ്പം തന്നെ ഇതേ വി.ഡി. സതീശൻ തന്നെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഐ ആം നോട്ട് മുസ്ലിം, ഐ ആം എ ഹിന്ദു എന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി, അതായത് ഇവിടെ ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗ് അടങ്ങുന്ന ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി നിന്നുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായി നൽകിയതിനോ ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം എ ഹിന്ദു എന്ന് ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ വി.ഡി. സതീശനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നീടല്ലേ നയപ്രഖ്യാപന പ്രസംഗം വരുന്നത്. നയപ്രഖ്യാപന പ്രസംഗം എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരിടത്തും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അതിന് മുമ്പത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഏറ്റവും കൂടുതൽ കുറ്റപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേന്ദ്ര സർക്കാർ. നമുക്ക് കേന്ദ്ര പദ്ധതികളിൽ പോലും കേന്ദ്ര വിഹിതം നമുക്ക് തരുന്നില്ല എന്നുള്ളൊരു വലിയ ആക്ഷേപം. വെറും 1.92% മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അലോക്കേഷൻ, നമുക്ക് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കുന്നതിന് പോലും. അപ്പം ഇങ്ങനെ പിന്നെ കേന്ദ്ര സർക്കാർ നമ്മളെ പല അവസരത്തിലും, അതുപോലെ പിന്നെ ഡെഫിസിറ്റ് ഗ്രാൻഡ്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് നൽകുന്നില്ല. അതോടൊപ്പം ധനകാര്യ കമ്മീഷനകത്ത് കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന തരത്തിലുള്ള രീതി, GST വിഹിതം ലഭിക്കുന്നില്ല. നമുക്ക് അങ്ങനെ തുടങ്ങി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് SSA ഫണ്ട് തരില്ല എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരുള്ളപ്പോൾ ആ കേന്ദ്ര സർക്കാരിനെ തൊട്ട് തലയോടാതെ ഒന്ന് വിമർശിക്കാതെ കടന്നുപോയ ഒരു നയപ്രഖ്യാപന പ്രസംഗം നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതെല്ലാം എൻ്റെ അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ ഗവർണറുടെ ഓഫീസ് ലോക്ഭവനിൽ നിന്ന് കൃത്യമായി ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ എന്തൊക്കെയായിരിക്കണം, അവിടെ നടക്കേണ്ട പരിപാടികൾ എന്നുള്ള കൃത്യമായി ഒരു റിപ്പോർട്ട് പൊതുഭരണ വകുപ്പിനെ ഏൽപ്പിക്കും. അതിനനുസരിച്ച് മാത്രമായിരിക്കും അവിടെ ഗവർണറുടെ പരിപാടികൾ നടക്കുക. എന്നിട്ട് പോലും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് വി.ഡി. സതീശൻ മേനോൻ സാറിന് പറയാൻ പറ്റില്ല. അത് വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇവിടെ നയപ്രഖ്യാപന പ്രസംഗം എടുത്തു, സംഘപരിവാറിനെയോ അല്ലെങ്കിൽ BJP സർക്കാരിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുൻപായി കോൺഗ്രസിൻ്റെ ദേശീയ നയത്തിന് എതിരായി ഈ പറയുന്ന പോലെ
അവിടുത്തെ അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റിനെ പോയി മീറ്റ് ചെയ്ത ഒരാളാണ് സതീശൻ. അതിന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്, ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ബന്ധുവിനെ, ഒരു അകന്ന ബന്ധുവിനെ കാണാനായിട്ടാണ് ഞാൻ പോയത്, മംഗലാപുരത്ത് പോയത് എന്ന് പറയുന്നു. അതൊരു പച്ച നുണയല്ലേ? മംഗലാപുരത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ മംഗലാപുരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെല്ലാം കിടക്കുന്നത് മലപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, വർഷങ്ങളായിട്ടുള്ളതാണ്. അതിനെന്തിനാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? അത് വിശേഷിച്ച് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാളോടൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ JDS-ൻ്റെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആവശ്യം എന്താണ്? BM ഗഫൂർ, അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പം ഇതെല്ലാം സമസ്ത ഇവിടെ കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾ ന്യൂനപക്ഷ അനുഭവത്തോടു കൂടി പെരുമാറുന്നവരാണ്, ഞങ്ങൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, മുസ്ലിം ലീഗ് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി, SDPI, ഇവരൊക്കെയും ഈ പറയുന്ന പോലെ UDF-നെ പിന്തുണച്ചവരാണ്. എന്നിട്ട് കൂടി ഈ കാണിച്ചു കൂട്ടുന്ന ശരിയായ നടപടിയാണോ? അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അത് സമസ്തയ്ക്ക് വിരോധം ഉണ്ടാവും. പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രത്തൻ യു ഖേൽക്കർ, അദ്ദേഹം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സർക്കുലറിൽ BJP-യുടെ സീലുണ്ടായിരുന്നു, നമുക്കറിയാം. അത് വലിയ വാർത്തയായതാണ്. പിന്നീട് ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞ് ഒഴിവായി. താമര ചിഹ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിവായി. ആ ആള് പിന്നീട് പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറുന്ന കാര്യമാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ. അപ്പം രത്തൻ യു ഖേൽക്കറുടെ എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം പിന്നെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയായി മാറുമ്പോൾ സ്വാഭാവികമായി ആൾക്കാർക്ക് സംശയം തോന്നില്ലേ? അപ്പം നമ്മളുടെ മുന്നിൽ നിരവധി സംശയത്തിന് ഇടവരുത്താൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ മംഗലാപുരം യാത്ര ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ രത്തൻ യു ഖേൽക്കറെ പ്രൊമോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഇതിലേക്ക് ആക്കുന്നു എന്ന് പറയുന്ന ഒരു തീരുമാനമില്ലേ? ഏറ്റവും ഒടുവിൽ DB അശോക് കുമാർ എന്ന് പറയുന്ന ഒരാളെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ നമുക്ക് സംശയത്തിന് ഇടവരില്ലേ? അദ്ദേഹം പറയുമ്പോൾ അശോക് കുമാർ എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു പിന്നെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്, അദ്ദേഹം തെറ്റുപറ്റൊന്നുമില്ല. കേരളത്തിലെ വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് അശോക് കുമാർ. ആ അശോക് കുമാർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അശോക് കുമാർ ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തിനെതിരെ സർവീസ് നടപടി എടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. എനിക്കൊന്ന് 2011 അദ്ദേഹത്തിനെതിരായി നടപടി വരുന്നത്, ഒക്ടോബർ മാസത്തിലോ മറ്റോ ആണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം ചെയ്ത നടപടി എന്താ? 2013 ഏറ്റവും വിവാദപരമായ രണ്ടാമത് പിന്നെ അശോക് കുമാറിനെതിരെ നടപടി എടുക്കാൻ കാരണമായ ഒരു കാര്യം ഉണ്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ശിവഗിരിയിൽ നരേന്ദ്രമോദി അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല 2013. അത് 2014 പ്രധാനമന്ത്രി ആവുന്നത്. 2013 ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി 25 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുജറാത്ത് കലാപം നടന്ന കാലഘട്ടമാണ്. ആ ഗുജറാത്ത് കലാപത്തിൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വന്ന ഒരാളാണ് നരേന്ദ്രമോദി, അമിത്ഷായും ഒക്കെ. ആ സമയത്ത് അങ്ങനെ ഗുജറാത്ത് കലാപത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്ന വർഗീയവാദിയായ തികഞ്ഞ ഫാസിസ്റ്റായ ഒരാളെ, ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിട്ട് ഇവിടെ വലിയ വിവാദമുണ്ടായി. ആ വിവാദം ഉണ്ടായ സമയത്ത് എന്താണ് പിന്നെ നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നാൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തലക്കെട്ടോട് കൂടി ഒരു ലേഖനം കേരള കൗമുദിൽ അദ്ദേഹം എഴുതുന്നു. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സെൻസ്, അതായത് അശോക് കുമാറിന്റെ. അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരു സംഘിപ്പട്ടം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അതിനെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ശക്തമായി എതിർത്തു. അവിടെ ശിവഗിരി പോലെ ഒരു മതേതരത്വം അല്ലെങ്കിൽ ഈ പറയുന്ന സർവ്വമത സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് ഒരിക്കലും നരേന്ദ്രമോദിയെ പോലെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ വരാൻ പാടില്ല എന്ന് ഈ CPM-ഉം കോൺഗ്രസും നിലപാട് സ്വീകരിച്ച സമയത്തും അതിനെതിരായി വിവാദമാകുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയത്തിൽ ഇടപെട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിനെതിരായി സർവീസ് നടപടി സ്വീകരിക്കുന്നു. പുള്ളി അതിന് പോയത് എവിടെയാണ്? സുപ്രീം കോടതിയിൽ പോകുന്നു. അതായത് ഈ വിധിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഈ നടപടിക്കെതിരായി ഈ അശോക് കുമാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി മേടിച്ചുകൊണ്ട് വന്ന് ഈ നടപടിയെ സ്റ്റേ ചെയ്യിക്കുന്നു. അത് ഉമ്മൻചാണ്ടി എടുത്ത നിലപാടിനെ സ്റ്റേ ചെയ്യിക്കുന്നു. അപ്പം ഇവിടെ പിണറായി വിജയനാണോ ഇദ്ദേഹത്തിനെ ഇട്ട് ചുറ്റിച്ചത്? അല്ല, ഇവിടെ കോൺഗ്രസിന്റെ UDF-ന്റെ മുഖ്യമന്ത്രിയാണ് അശോക് കുമാറിന്റെ പണി കൊടുത്തത്. അതേ അശോക് കുമാറിന്റെ നിലപാട് എന്തായിരിക്കും നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ കഴിയും, അല്ലേ? അപ്പം ഉമ്മൻചാണ്ടിക്കെതിരായി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിന്റെ ഭാഗമായിട്ട് നടപടി എടുത്തതിന് സുപ്രീം കോടതി പോയി വിധി മേടിച്ചുകൊണ്ട് വന്ന ഒരാളാണ്.
അപ്പോൾ അങ്ങനെയുള്ള അശോക് കുമാർ എന്ന് പറയുന്ന അശോക് കുമാർ IAS-ന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാം. ആ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോജി എം ജോൺ എന്ന് പറയുന്ന ഒരു സഭാ വിശ്വാസിയായ ഒരാളാണ് അതിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്നതെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ആ സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് സർവകലാശാലകളിൽ നമുക്കറിയാം MG സെനറ്റിൽ 30 പേരടങ്ങുന്ന ഒരു സർവകലാശാല സെനറ്റിനുള്ളിൽ 19 പേരായ സംഘപരിവാറുകാരെ തിരികെ കയറ്റിയ ഒരാളാണ് നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ഇവിടെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി വിധി മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ ഇവർക്കണം തലകുത്തി മറിഞ്ഞിട്ട് പോലും അതിനെതിരെ ഈ കഴിഞ്ഞു പോയ സർക്കാർ സുപ്രീം കോടതി പോയി വിധി ശേഖരിച്ച് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് കൂടി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ MG സർവകലാശാലയിൽ ഈ MG സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കേരള സർവകലാശാല ഇവിടെയെല്ലാം സംഘപരിവാർ അനുകൂല ആൾക്കാരെ സെനറ്റിലേക്ക് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഗവർണറുടെ നയത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് ഇതേ റോജി എം ജോൺ പറഞ്ഞ എന്താ, ഞാനും ഒരു മത്സരത്തിനില്ല, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുസ്തി മത്സരമല്ല ഗവർണർ ഞങ്ങൾ തമ്മിൽ മത്സരിക്കാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ് റോജി എം ജോൺ. അതിൻ്റെ അർത്ഥം എന്താ? ഗവർണർ എടുക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന തുല്യമല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ സംഘിവൽക്കരണം കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നടന്നോട്ടെ എന്ന് മൗനാനുവാദം കൊടുക്കുന്ന ഒരാളല്ലേ. ഇതിനെതിരായിട്ട് എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ പ്രതികരിക്കാതിരുന്നത്? പ്രതികരിച്ചോ? മുഖ്യമന്ത്രി പ്രതികരിച്ചോ? മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഇതേ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ തവണ, അതായത് ഈ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിന്റെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒരു ഭാരതമാതാവിന്റെ പടവും പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഇവിടുത്തെ ശിവൻകുട്ടി ആണെങ്കിലും അതോടൊപ്പം തന്നെ P പ്രസാദ് ആണെങ്കിലും K രാജനാണെങ്കിലും എല്ലാവരും എതിർത്തിട്ട് കൂടിയും ഇതും പൊക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ SFIക്കാർ സമരം ചെയ്തു. കേരളം പറ്റില്ല, ഈ ഒരു ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. കാര്യം എന്താ? അത് RSSന്റെ ചിത്രമാണ് ഭാരതാംബ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അവനീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പൊ അവനീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയിരിക്കുന്ന അതേ അല്ല ഈ ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന ആർലേക്കർ കൊണ്ടു നടക്കുന്ന ഭാരതാംബ, RSSന്റെ ഭാരതാംബയാണ്. അപ്പൊ ഈ ഭാരതാംബയും കൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ എത്തിയപ്പോൾ അതിനെതിരെ SFI സമരം ചെയ്തു. ആ SFI സമരം ചെയ്തപ്പോൾ ആ സമരത്തിനൊപ്പം നിൽക്കാൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിന് കഴിഞ്ഞിട്ടില്ല, അല്ലെ? KSUവിന് കഴിയാതെ പോയ സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി. എന്നിട്ട് ഇവരെ എന്ത് വിളിച്ചു? ഇവരെ ഗുണ്ടകളെന്ന് ഇതിനു മുൻപ്, അതായത് SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറാണ്. അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും ഗുണ്ടകളെന്ന് വിളിച്ചത് ആരാണെന്നറിയാമോ? ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അല്ല. ഈ തെറ്റായ സംഘിവൽക്കരണ നയത്തിനെതിരായി ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു അന്ന് ശരിക്കും VD സതീശനെ പോലുള്ള ഒരു നേതാവ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതല്ല ചെയ്തത്. അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സമസ്ത പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. ഇവിടെ സംഘപരിവാറിനെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വത്തെ ഒളിച്ചു കടത്താനുള്ള ശ്രമമാണ് ശരിക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിയമത്തെ എടുത്ത് നോക്കിക്കോളൂ, ഇപ്പം വിജയിച്ച കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കോളൂ, ഇപ്പം വിജയിച്ചിരിക്കുന്ന BB ഗോപകുമാർ എന്ന് പറഞ്ഞ് ചാത്തന്നൂരിൽ ജയിച്ചിരിക്കുന്ന MLA അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. കോൺഗ്രസ് കൺവെർട്ടഡ് BJP ആണ് ചാത്തന്നൂരിൽ നിന്ന് ഇപ്പം BJP-കാരനായിട്ട് BJP MLA ആയിട്ട് ഇന്ന് സഭയിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് എല്ലാ കാലത്തും ഈ രീതിയിലൊരു ചായവുണ്ട്. ദേശീയ തലത്തിൽ ഒരു നയവും ഇവിടെ സംസ്ഥാന തലത്തിൽ വേറൊരു നയവും സ്വീകരിക്കുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും അത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള കാര്യം. ഇവിടെ രാഹുൽ ഗാന്ധി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്തോ എന്നറിയത്തില്ല. ഇപ്പം പുതിയ നിയമനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇതിൽ. അപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടക്കുന്ന ഇത് കാരണം അതാ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുക എന്ന് മാത്രം. അത് കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തു. ജോൺ ബ്രിട്ടാസ് ചോദിച്ചിരുന്നു ഇങ്ങനെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ അവിടെ വന്നിട്ട് പിണറായി വിജയൻ, ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളാണ് പിണറായി വിജയനെതിരെ ഇങ്ങനെ നിലപാട് അന്നേരം പറയും എനിക്കറിയില്ല, എനിക്ക് അവിടുത്തെ കേരളത്തിലെ ആൾക്കാർ എഴുതി തരുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, അല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സമസ്തയെയും ശരിക്കും പറഞ്ഞാൽ സമസ്ത അടക്കമുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള പിന്നെ അതോടെ PM ശ്രീയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, PM ശ്രീയിൽ ശിവൻകുട്ടി ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഇവിടെ എന്തെല്ലാം വിവാദം ഉണ്ടാക്കി ഈ കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഇതുവരെ PM ശ്രീയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായി? ഈ KM ഷാജി എന്ന് പറയുന്ന ഒരാൾ ഇപ്പം മന്ത്രിയാണല്ലോ. KM ഷാജി വലിയ വായിൽ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങളിവിടെ
എന്ത് വന്നായിരുന്നാലും PMശ്രീ എടുത്ത് തോട്ടിൽ കളയുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് തോട് കണ്ടില്ലേ എടുത്ത് കളയാൻ PMശ്രീ പദ്ധതി? എടുത്ത് കളയാൻ തോട് കണ്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഷംസുദ്ദീന്. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പ് എന്ന് പറയും. അപ്പൊ ഇവരെല്ലാം നയപരമായി വഞ്ചിക്കുന്ന സമീപനമാണ് ശരിക്കും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത പറയുന്നതിനകത്ത് വാസ്തവമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.